ഇന്ന് ഈവനിങ് ഒരു സ്നാക്സ് ആയാലോ? സ്നാക്സ് അല്ല, നാടൻ പലഹാരമാണ്. നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്, ഇലയപ്പം. ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി വേണം, ആവശ്യത്തിന് ഉപ്പ്, തേങ്ങയും ശർക്കരയും ചീരുകി വെച്ചത്, ഏലക്കാപ്പൊടി, ഇത്ര മാത്രം മതി. ആ ഉപ്പും ചേർത്ത് മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ടിയാവരുത്, വെള്ളം പോലെ ആവരുത്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിരുവി വെച്ചേക്കുന്ന തേങ്ങയും ശർക്കരയും നമ്മളെടുത്ത് അതിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൈ വെച്ച് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. തേങ്ങ ശർക്കരയുടെ കൂടെ മിക്സ് ചെയ്യുമ്പം ശ്രദ്ധിക്കാനുള്ളത്, ശർക്കര ആവശ്യത്തിന് മധുരം വേണ്ടതനുസരിച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. മധുരം കുറവ് വേണമെന്നുള്ളവർ കുറച്ച് ശർക്കര ഇടുക, കൂടുതൽ വേണമെന്നുള്ളവർ ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കുക. മധുരാനുസരണം ശർക്കര കൂട്ടിക്കൊള്ളണം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ മാവ് ഇതാ കലക്കി വെച്ചിട്ടുണ്ട്. ആ പരുവം കണ്ടല്ലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇലയാണ് ഇനി അടുത്ത എടുക്കാൻ പോകുന്നത്. പട്ട ഇല എടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൽ നമ്മുടെ മാവ് നല്ലപോലെ നൈസായിട്ട് പരത്തി വയ്ക്കുക. നല്ലപോലെ പരത്തി തന്നെ വയ്ക്കണം, കട്ട പിടിക്കാൻ പാടില്ല. എങ്കിലേ നമ്മുടെ അപ്പം ചുട്ടെടുക്കുമ്പോൾ നല്ലതായിട്ടിരിക്കത്തുള്ളൂ. ആ അപ്പത്തിൻ്റെ മാവ് പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ശർക്കരയും തേങ്ങയും കൂടെ മാവിൻ്റെ ഒരു സൈഡിൽ നിന്ന് നടുക്കുന്ന് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. അത് വച്ചതിന് ശേഷം നല്ലപോലെ നിരത്തി കൊടുക്കുക, കട്ടയായിട്ടിരിക്കരുത്. മാവ് മിക്സ് ചെയ്ത മാവിൻ്റെ പുറത്തുകൂടെ നമ്മുടെ ഈ ബാറ്ററും വെച്ച് 4 ഇല മടക്കി വെള്ളം ചൂടാക്കി ആ വെള്ളത്തിൽ നമ്മുടെ ഇഡലി തട്ട് വെച്ച് അതിൽ മുകളിൽ ആവി കയറുന്ന വിധത്തിൽ വയ്ക്കുക. ചൂട് ആവാനായിട്ട് ഒരു 10-15 മിനിറ്റ് സമയം മതി. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടോടുകൂടി ഇലയപ്പം സെർവ് ചെയ്യാം.